ഇത് മാസിന്നാണ് നമ്മുടെ വണ്ടി. ഈ ഹോണ്ട ഡി വണ്ടിയുടെ പൊല്യൂഷൻ ഫെയിൽഡായിട്ട് വന്നതാണ്. അപ്പോൾ അത് നമുക്കത് ചെയ്യാനുണ്ട്. അത് കൂടാതെ കൊണ്ട് നമ്മളതിൻ്റെ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, ഓയിൽ ലെവൽ കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഓയിൽ മാറുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഓയിൽ ഇത്രയും ലെവൽ കുറഞ്ഞ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏത് കാരണം കൊണ്ടാണ് കുറയണേന്നുള്ള ദിവസം നോക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ചിലപ്പോൾ ഓയിൽ കത്തിപ്പോണതോ അങ്ങനെ എന്തെങ്കിലും ആവാം. ലീക്കിൻ്റെ കേസ് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്തുന്നുണ്ടെന്നുള്ള നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ഓയിൽ മാറാനായിട്ട് വൈകിട്ട് കുറേ കിടന്ന് ഓടിയുണ്ടാവണം. ഈ രണ്ട് കാരണം കൊണ്ടാണ് നിലവിൽ കുറയാനായിട്ടുള്ള സാധ്യത. ഇപ്പം നിലവിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു കിലോമീറ്റർ കറക്റ്റിനകത്ത് എഴുതി തരാം. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. അതിന് ശേഷം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. ഓയിൽ കുറഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ളത്, പോകുന്നുണ്ടെങ്കിൽ എന്തോരം പോകുന്നുണ്ടെന്നുള്ള ദിവസമൊക്കെ നോക്കണം. കൂടുതലായിട്ട് കുറഞ്ഞു കൊണ്ടി അത് മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകും കേട്ടോ. അതായത് ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോഴത്തേക്കും സിലിണ്ടർ പിസ്റ്റനൊക്കെ തേയ്മാനം കൂടും, ഡബിൾ പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ കിലോമീറ്ററിനകത്ത് എഴുതിയിട്ടേക്കാം. അതേപോലെ തന്നെ അത് നോക്കിക്കൊണ്ടിരിക്കരുത്. ഒരു മാസം കഴിഞ്ഞാൽ കയറി അതിൻ്റെ ഓയിൽ ലെവൽ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തോണം, എന്തോരം കുറയേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.